ഒരു നല്ല സോളാർ ഡീലറെ എങ്ങനെ കണ്ടെത്തും, അല്ലെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തും എന്നുള്ളത് ഒരു സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർ സാധാരണയായി ആ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്കൊരു നല്ല പാനൽ അല്ലെങ്കിൽ ഇൻവെർട്ടർ, എർത്തിങ്, അല്ല DC-DB, AC-DB ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡീലറെ വിശ്വസിക്കുക മാത്രമാണ് ഒരു പോംവഴി എന്നുള്ളത്. എന്നാൽ ഒരു നല്ല ഡീലറെ എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതിനുള്ള 5 കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തെ സംഗതി, ഡീലറുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. അവർ വെച്ചു കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരം, അതിന് സർവീസ് കിട്ടുന്ന രീതി, പീരിയോഡിക്കൽ മെയിൻ്റനൻസ്, ചെക്ക് ലിസ്റ്റ് ഇവയെല്ലാം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യങ്ങളിലൂടെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെല്ലാം നോളജ് ഉണ്ട്, അപ്ഡേറ്റഡ് ടെക്നോളജിയെക്കുറിച്ച് അറിവുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുക. രണ്ടാമത്തെ സംഗതി, അവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 2-3 വർഷം പഴക്കമുള്ള കസ്റ്റമറുടെ കോൺടാക്റ്റ് ലിസ്റ്റ് എടുക്കുക. അതൊരു 4-5 എടുത്തിട്ട് അവരെ വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് 1-2 പ്ലാന്റുകൾ നേരിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി, അവർക്ക് സർവീസ് കൊടുക്കുന്നതും പീരിയോഡിക്കൽ മെയിൻ്റനൻസൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ഇവരുടെ ഇൻസ്റ്റലേഷൻ സംബന്ധിച്ച് ഏകദേശ ധാരണ നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ സംഗതി, നമ്മുടെ ഇലക്ട്രോണിക് പ്രോഡക്റ്റിൻ്റെ സ്ക്രൂകൾ ചൂടാകുന്ന സ്ഥലങ്ങളിൽ അത് തനിയെ റിട്ടേൺ വരും. അതുകൊണ്ട് അത് മുറുക്കി കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ 6 മാസത്തിലൊരിക്കൽ ഒരു പീരിയോഡിക്കൽ മെയിൻ്റനൻസ് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ചെക്ക് ലിസ്റ്റിലൂടെ നമുക്ക് പാനലിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. നാലാമത്തെ സംഗതി, നിങ്ങളൊരു വലിയ കമ്പനിയെ തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല. 2012 ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന ഒരു കമ്പനി നിർത്തിപ്പോയി. ഇനി മറ്റൊരു സംഗതി, ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി കുറവായിരിക്കും. കാരണം ഡീലർക്ക് ലാഭമില്ലെങ്കിൽ അവരുടെ കമ്പനി പൂട്ടിപ്പോവും, അവർക്ക് സർവീസ് കൊടുക്കാനായിട്ട് സാധ്യമല്ലാതെ ആകും. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള അല്പം വില കൂടിയതാണെങ്കിലും ആ പ്രോഡക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ സംഗതി, കുറഞ്ഞത് 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള സോളാർ കമ്പനികളെ തിരഞ്ഞെടുക്കുക. ഇനി ആ കമ്പനിയിലുള്ള ടെക്നീഷ്യന്മാർക്ക് പരിശീലനം കിട്ടിയവരാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക. അതിൻ്റെ കാരണം, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 30-40% സോളാർ പ്ലാന്റുകൾക്കും മൈക്രോ ക്രാക്കിംഗ് ഉണ്ട്. ഇതുമൂലം പാനലിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. ഈ കാരണത്താൽ ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു സംവിധാനം കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഡീലറുടെ സർവീസ് ക്വാളിറ്റി മനസ്സിലാക്കുന്ന ഗ്രേഡിങ്, അവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും വിസിറ്റ് ചെയ്തിട്ട് അതിനൊരു ഗ്രേഡിങ് തീരുമാനിക്കും. ഇപ്പോൾ നിലവിലല്ല, അത് ഭാവിയിൽ കൊണ്ടുവരും. അപ്പം അതിലൂടെ നമുക്ക് ഭാവിയിൽ ആ ഗ്രേഡിങ് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അതനുസരിച്ച് മനസ്സിലാക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഡീലറെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ അടുത്തുള്ളതാണെങ്കിൽ വളരെ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ സർവീസ് കിട്ടുന്ന കമ്പനിയെ ചൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ലഭിക്കും. അതുമൂലം നല്ല ലാഭകരമാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ പരിശീലനം കൊടുക്കുന്നു, അതിൻ്റെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.